നമസ്കാരം. ഒരു പുതിയ വിർച്വൽ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു കാട്ടിലേക്കാണ്. കാടെന്ന് പറഞ്ഞാൽ ഒരു വെറും കാടല്ല, വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന റോയൽ ബംഗാൾ ടൈഗറിന്റെ സ്വന്തം സ്ഥലമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് അറിയപ്പെടുന്ന സുന്ദർബൻ. കൽക്കത്തയിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്റർ മാറിയാണ് സുന്ദർബൻ ഉള്ളത്. കൽക്കത്തയിൽ നിന്നും ബസ് സർവീസും ടാക്സി സർവീസും അവൈലബിൾ ആണ്. ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്ത് പോയത് കാരണം കൽക്കത്തയിൽ നിന്നും പിക്കപ്പ് മുതൽ ഡ്രോപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ട്രാവൽ ഏജൻസിയുടെ തലവേദനയായിരുന്നു. രാവിലെ 9 മണിയോടെ ആയിരുന്നു നമ്മുടെ യാത്രയുടെ തുടക്കം. കൽക്കത്തയുടെ ട്രാഫിക്കും ചെറിയ റോഡിൻ്റെ തിരക്കും കാരണം 3 മണിക്കൂർ എടുത്തു ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ. ഈ യാത്രയുടെ അവസാനം ഗുദ്ഖലി എന്ന ബോട്ട് ജെട്ടിയിലായിരുന്നു. സുന്ദർബന് മുന്നേ ബൈ റോഡ് എത്തിപ്പെടാൻ പറ്റുന്ന അവസാനത്തെ സ്ഥലമാണ് ഗുദ്ഖലി ബോട്ട് ജെട്ടി. ഇവിടെ നിന്നും ബൈ ബോട്ടാണ് നമുക്ക് ഇനി പോകേണ്ടത്. ആ ട്രാവൽ ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവും നമ്മുടെ ടൂർ ഗൈഡുമായ ഒരാൾ എന്നെ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തു. ഒരു 3-4 മിനിറ്റ് മാർക്കറ്റിനുള്ളിലൂടെ യാത്ര ചെയ്തതിന് ശേഷം ബോട്ട് ജെട്ടിയിൽ എത്തും. ഏതാണ്ട് 15 മിനിറ്റോളം നീളമുള്ള ഈ യാത്ര ഗൊസാബ എന്ന ഐലൻഡിലേക്കുള്ളതാണ്. ഏതാണ്ട് 4000 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ സുന്ദർബൻ 102ഓളം ഐലൻഡുകൾ കൊണ്ട് നിറഞ്ഞതാണ്. അതിൽ 54ഓളം ഐലൻഡ്സിലാണ് മനുഷ്യവാസമുള്ളത്. ഗൊസാബ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയതിന് ശേഷം അടുത്ത ഒരു 10 കിലോമീറ്റർ ബൈ റോഡ് യാത്രയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം മോഡിഫൈ ചെയ്ത ഒരു കുക്കുട് വണ്ടിയിലായിരുന്നു യാത്ര. ആ വണ്ടിയുടെ പേര് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് കുക്കുട് വണ്ടി എന്ന് പേര് ഞാൻ ഇട്ടത്. ഒരു ബുള്ളറ്റിനെ മോഡിഫൈ ചെയ്തതുപോലുണ്ടായിരുന്നു ആ വണ്ടി. നമ്മുടെ ഡ്രൈവർ മാമൻ്റെ കൂടെ ആ വണ്ടിയുടെ മൈലേജും പിക്കപ്പും ഒക്കെ അന്വേഷിച്ച് പറഞ്ഞു 10 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. അവിടെ നിന്നും വീണ്ടും ഒരു ബോട്ട് യാത്ര അടുത്ത ഐലൻഡിലേക്ക്. അവിടെയാണ് നമ്മുടെ ഇക്കോ വില്ലേജ് ഉള്ളത്. ഇക്കോ വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്. ഈ യാത്രയിലൊക്കെ നമ്മുടെ ഗൈഡ് അണ്ണൻ കടുവയുടെയും മുതലയുടെയും ഓരോ കഥകളായിട്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഐലൻഡ് എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് നമ്മുടെ ഇക്കോ വില്ലേജ്. ഈ ഐലൻഡും ഇക്കോ വില്ലേജും ഒക്കെ കണ്ടതിന് ശേഷം എനിക്കുണ്ടായ ഫീലിംഗ് എന്താണെന്ന് പറയാൻ പറ്റുന്നതിലും പുറമാണ്. ഏതായാലും നിങ്ങളും ഒന്ന് കണ്ടു നോക്ക്. വളരെ നല്ല ആംബിയൻസും നല്ല രീതിയിൽ മെയിൻറ്റെയിനിങ് ചെയ്തിട്ടുള്ള ഈ ഇക്കോ വില്ലേജ് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയാൻ മറക്കരുത്.
ഏതാണ്ട് ഒരു 2:30 മണിയോടെ ഇവിടെ എത്തിയ നമ്മളുടെ അടുത്ത ലക്ഷ്യം ഡൈനിങ് ഹാളായിരുന്നു. മീനിൻ്റെ പല വെറൈറ്റികളും അവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത വെജിറ്റബിൾസും കൊണ്ടുള്ള നല്ല അടിപൊളി ലഞ്ച്. അത് കഴിച്ചതിന് ശേഷം ഇക്കോ വില്ലേജ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് 3:30 മണിയോടെ അതിനടുത്തുള്ള ഒരു വില്ലേജ് വാക്കിനായിട്ട് ഇറങ്ങി. ഇവിടെയുള്ളവരുടെ ഏക ആശ്രയം ആ ഗുസാബ ഐലൻഡാണ്. മാർക്കറ്റിങ്ങിനായാലും എന്ത് സാധനം വാങ്ങണമെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റൽ ഫെസിലിറ്റി വേണമെങ്കിലും ഇവർക്ക് ബോട്ട് പിടിച്ച് ആ ഐലൻഡ് വരെ പോകേണ്ട ആവശ്യമുണ്ട്. ഇവരുടെയൊക്കെ ഉപജീവന മാർഗം ഹണി കളക്ഷൻ, ക്രാബ് കളക്ഷൻ, പിന്നെ മീൻപിടുത്തം ഇതൊക്കെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ടൈഗർ അറ്റാക്ക് കാരണവും ക്രോക്കഡൈൽ അറ്റാക്ക് കാരണവും ഇവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട പലരുടെയും കഥ നമ്മുടെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഇതിവിടുത്തെ ഞണ്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഈ മാംഗ്രൂവ് ഫോറസ്റ്റിനെ പറ്റി ഒരുപാട് വിവരങ്ങൾ ഈ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഇനി നമ്മളൊരു ബോട്ട് യാത്ര പോവുകയാണ്. ഒരു ചെറിയ വഞ്ചിയിൽ കണ്ടൽ കാടുകളുടെ ഇടയിലൂടെ ഒരു യാത്ര. ആ യാത്ര എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ കണ്ട ഇക്കോ വില്ലേജിൻ്റെ ബ്യൂട്ടി അതൊന്ന് വേറെ തന്നെയായിരുന്നു. ആ തണുപ്പത്തിരുന്ന് ചായയും കടിയും കഴിച്ചതിന് ശേഷം 7:30 മണിയോടുകൂടി ഒരു നൈറ്റ് ബോട്ട് റൈഡിനും കൂടെ പോയി. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സുന്ദർബൻ യാത്രയുടെ ആദ്യ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്.